സൈക്കിൾ സ്റ്റാൻഡല്ല ക്യാമറ സ്റ്റാൻഡ് എടുത്ത് മാറ്റണം. അരിപ്പ് പോയി. അങ്ങോട്ട് വിടാം. സാറേ നമുക്ക് ഈ സീന് എപ്പോഴാണ് ഷൂട്ട് ചെയ്യണം? എന്താണ് ഈ സീനില്ലേ, ഈ രണ്ടാമത്തെ സീൻ, അത് എപ്പോഴാണ് ഷൂട്ട് ചെയ്യണം? ഇതൊന്നും അല്ലടോ ഇവിടുത്തെ വിഷയം. ആ മേക്കിംഗ് വീഡിയോ എടുക്കുന്ന യൂട്യൂബ് ചാനൽ എവിടെ പോയി? അവിടെ ഉണ്ട്, വന്നിട്ടുണ്ട്. എവിടെ? പ്യാരി വന്നിട്ടുണ്ട്. അവിടെ പ്യാരിനെ വിളിച്ചിട്ട് പാടോ? സാറേ നമസ്കാരം. ഞാൻ ഒരുപാട് നേരമായി വന്നിട്ട്. സാർ വിളിച്ചാ? എവിടെ പോയി കുത്തിരിക്കാനോ? അല്ല നമ്മളും ഒക്കെ റെഡിയാണ്, ക്യാമറ റെഡിയാണ്, എല്ലാം റെഡിയാണ്. സാറ് ഒന്നും ആക്ടിവിറ്റീസ് തുടങ്ങി നമുക്ക് ഷൂട്ട് ചെയ്യാം. ആക്ടിവിറ്റീസ് ഷൂട്ട് ചെയ്യേണ്ട കാര്യമല്ല. ആദ്യം ഞാൻ എന്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ മേലാലും ഈ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂടി ഞാൻ അതിലുണ്ടായിരുന്നു. കഴിഞ്ഞ പടത്തിന്റെ മേക്കിംഗ് വീഡിയോ എടുക്കുമ്പോ ബേബി സാർ എന്നോട് എന്താ പറഞ്ഞ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിന്റെ പ്രൊമോഷൻ കൊണ്ടിട്ട് ആളുകൾ തിയേറ്ററിൽ വരണമെന്ന് പറഞ്ഞു. അപ്പൊ നടന്മാരുടെയും നടികളുടെയും അതിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ നല്ല വൃത്തിയായിട്ടല്ലേ ഞാൻ ചെയ്ത് വിട്ടത്. കഴിഞ്ഞ പടം പൊട്ടാനുള്ള കാരണം എന്താ കാരണം? മേക്കിംഗ് വീഡിയോയിൽ ഞാനില്ല. അത് പടത്തിന്റെ ഗുണോദാരം കൊണ്ടാണ്. ഇപ്പൊ എന്താ വേണ്ടത്? വേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ എടോ ഈ സംവിധായകനായ എനിക്കൊരു നായിന്റെ വില ഇല്ല. അത് കാണിക്കാം നമുക്ക്. എടാ ഓൺ ചെയ്തോ, റോൾ ചെയ്തോ, ക്ലോസ്. ഒരു സംവിധായകനല്ലോടോ ഞാൻ. പറഞ്ഞോ സംവിധായകനാണെന്ന് ഇങ്ങനെ പറയാം. സംവിധായകനാണെന്ന് പറയണ്ട, അതിൽ കേൾക്കൂല. അവര് ഷൂട്ട് ചെയ്തോട്ടെ. നല്ല ലെവലിൽ ചൂണ്ടല്ലേ എന്തെങ്കിലും ഗൗരവം വെക്കാൻ പറ്റും. ഞാൻ പെടുന്നില്ല. അത് അവിടെ വെച്ചാൽ സിനിമയല്ല, മേക്കിംഗ് വീഡിയോ ആണ്. ചെയ്യാ നമുക്ക്. ബേബി സാർ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ മേക്കിംഗ് വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവൂല. ഈ എഴുത്തുകാര്, മറ്റേ ക്യാമറാമിന്റെ ആൾക്കാര്, ചായ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇവിടെ പൊട്ടന്റെ പായിട്ട് നിൽക്കും. ആ പരാതി ഇത്തവണ പരിഹരിച്ചാ പോലെ. തവണ പരിഹരിച്ചിട്ടില്ലെങ്കിൽ ബി എന്നേക്കായിട്ട് തന്നെ ഞാൻ പരിഹരിക്കും. എടാ കറക്റ്റ് ക്ലോസ് പിടിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ ഉള്ളത് ബേബി സാർ സംവിധാനം ചെയ്യുന്ന ഉത്തര ധ്രുവം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ സത്യൻ സാറാണ് ഈ പടത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. 2-3 ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് സുപരിചിതയായ നടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന. ഒച്ചെടുക്കല്ലേ, ഇതൊന്ന് പറയട്ടെ. അപ്പോ ബേബി സാറ് വളരെ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രമാണിത്. സത്യൻ സാർ ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു ക്രിമിനൽ ലോയറിന്റെ വേഷമാണ്. ആ വേഷം വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യും. സത്യം സത്യം എടുത്തോ ക്യാമറ എടുത്തോ. സത്യൻ സാർ വന്നിറങ്ങി. ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രമോഷന്റെ ബിഹൈൻഡ് വീഡിയോ പ്രമോഷന്റെ എന്നെ അറിയില്ലേ സാർ? ഒരുപാട് പടത്തിൽ ചെയ്തിട്ടുണ്ട് സാറിന്റെ ആദ്യം ഒന്നും. അതെ രണ്ടുപേരും എടോ ഈ സിനിമ ഷൂട്ട് ചെയ്യണ്ടേ? വേണ്ടേ? ആദ്യം സിനിമ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വരെ പ്രൊമോഷനൊക്കെ. സത്യൻ സാറിന്റെ എന്താണ് വീഡിയോ എടുക്കേണ്ടത്? ഒന്ന് കൈ തരണ പോലെ. ആ ശരി. വളരെ ഗൗരവത്തിലാണ് സത്യൻ സാറ്. ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്ന ക്രിമിനൽ ലോയറുടെ വേഷത്തിന്റെ ആ ഗൗരവം അദ്ദേഹം വന്നിറങ്ങിയപ്പോ തന്നെ അദ്ദേഹം മനോഹരമാക്കും. ചെയർ കൊടുക്കുക. അദ്ദേഹം ഈ ചെയറിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഈ ചെയറിലാണ് അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ചെയറാണത്. സത്യൻ സാർ ഞാനല്ലേ ഡയറക്ടർ സത്യൻ സാറിന് നിർദ്ദേശം കൊടുക്കുകയാണ്.